ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് വൃശ്ചികമാസം 29 തീയതി, അതായത് 2016 ഡിസംബർ മാസം 14 തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 30 നാഴിക മകയിരും, ബാക്കി തിരുവാതിരയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൽപ്പിച്ചു തരുന്ന, നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യനായ ശർമാജി സാറിന് എൻ്റെ മകളുടെയും ഗ്രഹനില ചുവടെ കൊടുക്കുന്നു. എൻ്റെ തൊഴിൽ മേഖലകൾ, യോഗഫലങ്ങൾ, ആരോഗ്യ രോഗാവസ്ഥകൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള ജീവിത നിലയെക്കുറിച്ചും ദയവായി പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകളുടെ ആരോഗ്യസ്ഥിതിയും വിദ്യാഭ്യാസം, തൊഴിൽ, ധനം, ജീവിതം എന്നീ കാര്യങ്ങളെക്കുറിച്ചും കൂടി ശർമാജി ദയവായി പറഞ്ഞു തരുവാൻ അപേക്ഷിക്കുന്നു. ഞാൻ ബിസിനസ് ചെയ്താൽ നന്നായി വരുവാൻ സാധ്യതയുണ്ടോ? കൂട്ടു ബിസിനസ് ഗുണം ചെയ്യുമോ എന്നുകൂടി പറഞ്ഞു തരുവാൻ അപേക്ഷിക്കുകയാണ്. സോഫിയയുടെ ഗ്രഹനില പ്രകാരം മീനലഗ്നം, ലഗ്നത്തിൽ ബുധൻ എന്ന ഗ്രഹം നീചരാശിയിൽ ബുധൻ നിൽക്കുന്ന തത്തുല്യ ഫലം, ലഗ്നത്തിൽ ബുധൻ നിന്നാലത്തെ ഫലം. ആയു സ്ഥാനത്തും ദാമ്പത്യ സ്ഥാനത്തും 2 പാപഗ്രഹങ്ങൾ, അതായത് ഒന്ന് ഖേതു എന്ന ശിരസറ്റ ഛായാ ധൂമകേതുവും ഒന്ന് ഗുളികൻ എന്ന വിഷഗ്രഹവുമാണ്. അല്ലെങ്കിൽ ഗുളികൻ എന്ന സമയബിന്ദുവും, അതിനെ സാങ്കല്പിക ശനിയുടെ ഗ്രഹം പുത്രനായിട്ട് കണക്കാക്കപ്പെടുന്നു. ഖേതു എന്ന ശിരസറ്റ ഛായാഗ്രഹവും രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് അഷ്ടമത്തിൽ ഖേതു, അഷ്ടമത്തിൽ ഗുളികൻ, ഒരു അനാരോഗ്യ, അസംതൃപ്ത ആരോഗ്യ, അപ്രിയ ആരോഗ്യ, അതുപോലെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഔഷധങ്ങൾ കഴിക്കേണ്ടതായ പ്രവചനാതീതമായ അനാരോഗ്യ വിഷയങ്ങൾ, രോഗവിഷയങ്ങൾ ഉണ്ടാവേണ്ട ഒരു സാധ്യതയാണ് ഈ ഗ്രഹനില പ്രകാരം കാണുന്നത്. അപ്പോൾ രോഗാവസ്ഥകളെക്കുറിച്ചും ആരോഗ്യാവസ്ഥകളെക്കുറിച്ചും ശരാശരി ഇപ്രകാരമേ പറയാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഭർത്താവിൻ്റെയും കൂടെ ഗ്രഹനില വെക്കാൻ നട്ടുച്ചയ്ക്ക് എന്ന് മാത്രമുള്ള സമയമായതിനാൽ തൃക്കേട്ട നക്ഷത്രം വെച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഉച്ച എന്ന് വേണമെങ്കിൽ സാധാരണ നിലയിൽ പറയാം. ഒത്തിരി കാര്യങ്ങൾ, ലഗ്നങ്ങൾ മാറിപ്പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് കൃത്യമായിട്ട് ഭർത്താവിൻ്റെ ഗ്രഹനില പ്രകാരം വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിന് 4 വർഷമായി ഏതരാണ്ടൻ ശനിക്കാലമാണ്. അതിൽ ജന്മശനിയും 11ാം ഭാവത്തിൽ വ്യാഴവും കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ രോഗങ്ങളിൽ നിന്നും അല്ലെ സാമ്പത്തിക ക്ഷീണങ്ങളിൽ നിന്നും ഒക്കെ ഒരു മുക്തി നേടേണ്ട ഒരു കാലഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം. എങ്കിലും മഴ പെയ്തു കഴിഞ്ഞ് മരം വെയ്യുന്നത് പോലെ അല്പാൽപമായി ചില സാമ്പത്തിക പ്രതിസന്ധികളും, അല്പാൽപമായി ചില ശാരീരിക രോഗങ്ങളും, അല്പാൽപമായി ചില കുടുംബാതി ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും വന്നുകൂടും അതിൽ നിന്നുടൻ രക്ഷാമാർഗങ്ങൾ നാനാ വഴികൾ മാടി വിളിക്കുന്നുണ്ട്. ബാ രക്ഷപ്പെടുത്താം എന്ന് പറയുന്ന പോലെ. അപ്പോൾ നാനാ വഴികൾ സഹായവും ഈശ്വരാനുഗ്രഹത്താൽ ഉദ്ദിഷ്ടകാര്യസിദ്ധിയിലേക്ക് കടക്കാനും പുതിയ ഏതെങ്കിലും കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും സാധ്യതകളുണ്ട്. പിന്നെ മകളുടെ ഗ്രഹനില പ്രകാരം 2018, 2019 ഈ കാലഘട്ടങ്ങൾ കൊണ്ട് മകൾക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള ഒരു കുടുംബ ഐശ്വര്യവും ദാമ്പത്യാദിഭാഗ്യങ്ങളും ആരോഗ്യപുഷ്ടിയും അതുപോലെ തന്നെ സാമ്പത്തികപരമായ ഒരു നല്ല സ്ഥിതിവിശേഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പൊതുവെ മൊത്തത്തിൽ ഈ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ശനിയുടെ ദോഷം അനുഭവത്തിൽ വന്നിരിക്കുകയാണ്. അത് ശാരീരികവും മാനസികം, സാമ്പത്തികം, ദാമ്പത്തികം, സന്താനം എല്ലാ കാര്യങ്ങളിലും പൊതുവെ ഔഷധ പ്രയോഗങ്ങളും അതുപോലെ തന്നെ വിട്ടുമാകാൻ സാധ്യത കുറയുന്ന സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിൽ മേഖലയിലെ സ്തംഭനാവസ്ഥകളും നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഇവിടെ നമുക്കൊരു സുഹൃത ഐശ്വര്യങ്ങൾ വർദ്ധിക്കുകയും രോഗങ്ങൾ, തടസ്സങ്ങൾ, കുടുംബ ദുരിതങ്ങൾ എന്നിവ മാറുന്നതിന് വേണ്ടിയും യജുർവേദം സംബന്ധമായ ചില കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്.
പൊതുവെ ഒരു മരുന്ന് മറ്റൊരു മരുന്നിന് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ 3 പേരുടെയും ഗ്രഹനിലകളിൽ ഏറിയ കൂറും ശനിദോഷങ്ങളും മറ്റു വ്യാജദോഷങ്ങളും ഒക്കെ നിൽക്കുന്നതിനാൽ പൊതുവെ ശരാശരി 3 പേരുടെയും പേരും നക്ഷത്രവും ചേർത്ത് സ്വസ്തിക പത്മമിട്ട് സുഹൃത ഐശ്വര്യങ്ങൾ വരുന്നതിനും പൂർവജന്മ സുഹൃതക്ഷയം മാറുന്നതിനും ആയുരാരോഗ്യവിത്തം ഐശ്വര്യം ഉണ്ടാവുന്നതിനും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും വേണ്ടി ഈശേത്വജേത്വാവായപസ്തോപായവസ്തദേവോപസവിത പ്രാപ്യതു ശ്രേഷ്ഠതമായ കർമ്മണേ ആപ്യായധ്വം അഗ്ന്യാദേവഭാഗം ഊർജസ്വതി പയസ്വതി പ്രജാപതിരണമീവ അയസ്മാ മാനാസ്തേന ഈ ശതമാകശംസ രുദ്രസ്യ ഖേദി പരിവോ വിളക്തോ ധ്രുവം അസ്മിൻ ഗോപതോ സ്യാദ ബഹ്വീ യജമാനസ്യ പശൂൻ പാഹി ഈഷത്വജേത്വാവായപസ്തോപായവസ്ത ദേവോപസവിത പ്രാപ്യതു ശ്രേഷ്ഠതമായ കർമ്മണേ. അല്ലയോ ജഗദീശ്വര, ഈ ദുരിതങ്ങളിൽ നിന്ന് മാറുവാനായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ വിധാതാവ് കൊണ്ട് ഈ അർപ്പിതമായിട്ടുള്ള വിഭവങ്ങളെ കൊണ്ട് സന്തോഷിപ്പിച്ച് ആയുസ്സും ആരോഗ്യവും സമ്പത്തും രോഗപ്രതിരോധ ശക്തിയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്നുള്ള ഈ യജുർവേദ മന്ത്രങ്ങളെ കൊണ്ട് ജലാതിജലാന്തം പൂജിച്ച് അവനവനെ കൊണ്ടാകാവുന്ന തോതിൽ വിഭവുമാം ഇലയുമാം കുസുമവുമാം ഒരിലയെ ദാനം ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ അത് വിഭം ആനയെ കൊടുക്കാൻ പ്രാപ്തിയുള്ളവർക്ക് ആന, ഇലയെ കൊടുക്കാൻ സാധിക്കുന്നുള്ള അത്, ഒരു പുഷ്പമേ കൊടുക്കാൻ സാധിക്കുന്നുള്ളെങ്കിൽ അത്, ഒരു നേരത്തെ ആഹാരമേ കൊടുക്കാൻ സാധിക്കുന്നുള്ളെങ്കിൽ അത്, ഇല്ലെങ്കിലും വിളിച്ച് നല്ല സൽക്കർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക, സത്സംഗത്തിൽ ബന്ധപ്പെടുക ഇത്യാദികളും. 5 തിരി വിളക്ക് വൈകുന്നേരം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും കത്തിച്ചു വെക്കുക. ഇപ്രകാരം ചെയ്താൽ ദോഷകാഠിന്യങ്ങൾ കുറയും. ജീവിതം ഒരു വർഷം കൊണ്ട് വരുന്ന വർഷം ഇതേ സമയം മുതൽ പച്ച പിടിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കും. ക്ഷേമൈശ്വര്യങ്ങളുണ്ടാവും. രോഗം മാറി നിൽക്കും. ഗുണങ്ങൾ തേടിയെത്തും. പല നന്മകൾ തേടിയെത്തും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം എവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം